ഗായ്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോണ ഒരു കപ്പ പുഴുക്കാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ബീഫിൻ്റെ എല്ലൊക്കെ കൂട്ടിയിട്ടുള്ള ഇറച്ചി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി മുളക് പൊടിയും മല്ലിപ്പൊടിയും നന്നായി വറക്കണം. വറുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വെളുത്തുള്ളിയും ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതയ്ക്കണം. നമ്മൾ കുക്കറിലാണ് ഇനി വേവിക്കാൻ പോണത്. അപ്പോൾ കുക്കറിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം. 1 കിലോനോളം ഉണ്ട് ബീഫ്. അപ്പം ആ ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി നേരത്തെ വറുത്ത് വെച്ച പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് തന്നെ നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വിസിലടിക്കാൻ വെക്കണം. പിന്നെ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ നന്നായി അരിഞ്ഞു വെക്കണം. എന്നിട്ട് നമ്മൾ ആ കുക്കറിലേക്ക് ഇടുകയാണ് ചെയ്യുക. ബീഫ് ഒന്ന് വെന്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുക്കറിലേക്ക് കപ്പ ഇട്ട് കൊടുത്തിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നന്നാക്കി എടുക്കുന്നുണ്ട് കപ്പ. അപ്പോൾ ഇതാ ബീഫ് ഒന്ന് നമ്മുടെ കുറച്ച് വിസിലടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് നോക്കാം. ഇത് നന്നായി വെന്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പം ഇതാ നല്ല ആവിയൊക്കെ വറക്കുന്ന ബീഫ് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ കപ്പ ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ഇതിലേക്ക് കപ്പയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നന്നായി മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ചേർത്ത് 3 വിസിൽ അടുപ്പിച്ചെടുക്കണം. അപ്പം നമ്മുടെ കപ്പ ഇനി വേവിച്ചെടുക്കണം. വെന്ത് കഴിഞ്ഞ് 3 വിസിലായിട്ടുണ്ട് കപ്പ. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഉടച്ചെടുക്കണം. അതിന് മുന്നേ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. കുരുമുളക് പൊടിയും പിന്നെ കറിവേപ്പിലയും കൂടിയും ഇടണം. കറിവേപ്പിലയും കൂടി ഇടാം. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ആ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചോറിൻ്റെ കൂടെയും കഞ്ഞീൻ്റെ കൂടെയും വെറുതെ ഒക്കെ കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.